ഹലോ ഗായ്സ്, എല്ലാവർക്കും ജെ ജെ വ്ളോഗ്സിലേക്ക് സ്വാഗതം. അങ്ങനെ കാറ്റഗിസം എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം കഴിഞ്ഞു. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ എല്ലാം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണിക്കാം. അതിനുമുമ്പ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഓക്കെ, സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പം ആദ്യമൊക്കെ ടെൻഷൻ ഉണ്ടായാലും പേപ്പർ കിട്ടിയ പിന്നെ ഫുൾ പഠിച്ച് തന്നെ വന്നു. കുറച്ച് രണ്ട് പാടാണ്, അപ്പോൾ ഞങ്ങൾ തട്ടിക്കൂട്ടി വിട്ടു. അപ്പോൾ നമ്മൾ കാണിക്കാൻ പോകണം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പം ഇതാണ് നമ്മളെ പേപ്പർ. ഇതന്നെ അല്ലേ? അതന്നെ ഇതന്നെ പേപ്പർ കിട്ടി. ഞാൻ ചുരുട്ടി മടക്കി അങ്ങോട്ട് എറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് ഇന്ന് വന്നത്. കണ്ടോ, അതിനകത്ത് ബ്രാക്കറ്റിൽ കുറേ ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് 10 ക്വസ്റ്റ്യൻ്റെ അടയാളപ്പെടുത്തുക, 11ാമത്തെ എഴുതണ്ട. അപ്പോൾ ഇത് മുഴുവൻ ഞാൻ എഴുതി. എളുപ്പമായിരുന്നു, ഇത് എളുപ്പമായിരുന്നു. പിന്നെ ഇതും ബ്രാക്കറ്റ് നോക്കിയിട്ട് പൂരിപ്പിക്കേണ്ടതാണ്, ഡാഷ് ഇട്ടിട്ട് പൂരിപ്പിക്കേണ്ടത്. കണ്ടോ, ഇതും ഭയങ്കര എളുപ്പമാണ്. ഇതാ 1ൻ്റെയും ഈ 2ൻ്റെയും ഭയങ്കര എളുപ്പമാണ്. പിന്നെ ഇപ്പുറത്ത് വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, രണ്ടാമത്തെ അതേപോലെ തന്നെയാണ്. രണ്ടാമത്തേൽ 5 എണ്ണം എഴുതിയാൽ മതി, 6ാമത്തെ എഴുതണ്ട, 5ാമത്തെ എഴുതിയാൽ മതി, 5 വരെ എഴുതിയാൽ മതി. പിന്നെ മൂന്നാമത്തെ 6 ക്വസ്റ്റ്യൻ ഉണ്ട്. 6 ക്വസ്റ്റ്യനിൽ 5 ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. ഓക്കെ, അത് എഴുതി. എല്ലാം എളുപ്പമായിരുന്നു കൈസ്, എല്ലാം എളുപ്പമായിരുന്നു. ഈ 2 എണ്ണം വിട്ടു, 1, 2 വിട്ടു. പിന്നെ ബാക്കി 3, 4, 5, 6 എഴുതി. പിന്നെ നാലാമത്തെ 1, 2 എഴുതി. 3ാമത്തെ വിട്ടു, 4ാമത്തെ എഴുതി. 5ാമത്തെ പ്രാർത്ഥന എഴുതുക. ഇതിനകത്ത് ഏതെങ്കിലും ഒരു പ്രാർത്ഥന എഴുതുക. മനസ്സപ്രകരണവും പുണ്യവൻ്റെ ജപവും. അതിനകത്ത് ഞാൻ മനസ്താപ പ്രകരണം എഴുതി. അതെല്ലാം എളുപ്പമാണ്. ഞാൻ ആദ്യം വിചാരിച്ചപ്പോൾ ഭയങ്കര പേടിയെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ പേപ്പർ ഇട്ടതിന് ശേഷം ഒന്നുമില്ല ഗൈസ്, ജസ്റ്റ് എളുപ്പമുള്ള റീടെസ്റ്റ് ഉണ്ട്. മാർക്ക് കുറവാണെങ്കിൽ 18 മാർക്ക് എടുക്കണമെങ്കിൽ ജയിക്കണമെങ്കിൽ 40 18 എടുത്താൽ മതി ജയിക്കണമെങ്കിൽ. 18ൻ്റെ താഴെ താഴെ എടുത്തു അറിയില്ല, 16 17 എടുക്കാം. 15ന് താഴെ എടുത്തുകൂടാ. ഇതാണ് പേപ്പർ. ഞാൻ ആദ്യമെല്ലാം ടെൻഷൻ ഉണ്ടായിരുന്നു, പിന്നെ ടെൻഷനെല്ലാം മാറി. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഗൈസ്. ഓക്കെ, അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചു ഞാൻ. ഓക്കെ, പ്രാർത്ഥിച്ച് എന്നിട്ട് എഴുതി. അപ്പം ഇത്രയുള്ള വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം.